നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ കൈമളില്ലേ, അയാളെടുത്ത് പണയം വെക്കാനും പലിശയ്ക്ക് പണം കടം വാങ്ങാനും വരുന്നവര് 5-8 കിലോമീറ്ററിനകത്ത് താമസിക്കുന്നവരാ. ആ കണക്ക് വെച്ച് ഞാൻ ഓരോ വീടും ചുമ്മാ നിരീക്ഷിച്ചു. അത് ബുദ്ധിയായി പോയി. എന്നിട്ട് എവിടെ വെച്ച് അവളെ കണ്ടത്? മതിലും ഗേറ്റും ഒക്കെ ഉള്ള വീടാ. ചുറ്റിനും ചെടിയെല്ലാം വളർന്നു കിടപ്പുണ്ട്. മാറി ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീടാ. ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാ. അത് സത്യം. മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് നിന്നാലല്ലേ അവൾക്ക് ജീവിക്കാൻ പറ്റൂ. അല്ല, നിനക്കവളെ കൈയോടെ തൂക്കിയെടുത്തോണ്ട് പോരാൻ വയ്യായിരുന്നോ? ക്ലോറോഫോം വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ പറഞ്ഞിരുന്നല്ലേ? ഒന്ന് മണപ്പിച്ചാലോ സ്പ്രേ ചെയ്താലോ പിന്നെ മണിക്കൂർ എത്ര കഴിയണം ബോധം വീഴാൻ? അത് സംഗതി സത്യമാ. പക്ഷേ രാധ അവിടെ തനിച്ചല്ല താമസം. അവളുടെ കൂടെ ഒരു കൊച്ചു ചെറുക്കനും കൂടിയുണ്ട്, നല്ലൊരു ആൺകുട്ടി. രാധയുടെ കൂടെ ഒരു ആൺകുട്ടിയോ? അതെ, കുറച്ച് പ്രായമുള്ള വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവൻ എന്നെ പിടിച്ചു. പിന്നെ ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. കൊച്ചു പയ്യനെന്നൊക്കെ പറഞ്ഞ അവളുടെ മകനാണോ അത്? രാധയുടെ കല്യാണം കഴിഞ്ഞോ? അപ്പോ ചെറുക്കന് 7 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ രാധയുടെ മകനൊന്നും ആവില്ലെന്നാ തോന്നുന്നത്. 3 പെൺപിള്ളേരും കൂടെ നാട് വിട്ടു പോയിട്ട് 7 വർഷമല്ലേ ആയുള്ളൂ. ആ ചെറുക്കനും ഏതാണ്ട് ആ പ്രായമായിട്ടാ എനിക്ക് തോന്നിയത്. 7-8 വർഷം. പേര് പോലും ഞങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ, കോട്ടയ്ക്കൽ കാശിനാഥൻ. അതേ പ്രായമുള്ള ചെറുക്കൻ ആൺകുട്ടി. എന്റെ ഭഗവാനെ, വിലയാ ആ ചെക്കൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? ആരാ ഭവാനിയമ്മേ? 7-8 വർഷം മുൻപ് സുഭദ്ര ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചത് താ മറന്നോ? ആ കുട്ടിയാവും താൻ കണ്ടത്. കോട്ടയ്ക്കൽ മേഘനാഥന്റെ സ്വന്തം കുഞ്ഞ്, കോട്ടയ്ക്കൽ കാശിനാഥൻ. നമ്മളത് എന്താ വിലയാ ഓർക്കാഞ്ഞത്? അങ്ങനെയെങ്കിൽ അത് ഭവാനിയമ്മയുടെ പേരക്കുട്ടിയല്ലേ, ഈ തറവാടിന്റെ അവകാശി. ശരിയാ, മേഘന്റെ കുഞ്ഞാ അത്. പക്ഷേ അവൻ ജന്മമെടുത്തത് നമ്മുടെ ആജന്മ ശത്രുവിന്റെ ഗർഭപാത്രത്തിലാ. വളരുന്നത് ശത്രുപാളയത്തിലും. അവന്റെ കൂറ് ശത്രുക്കളോട് തന്നെ ആയിരിക്കുമെന്ന് തീർച്ച. ഇക്കാര്യത്തിൽ ഇനി കരുതലോടെ വേണം നമ്മൾ നീങ്ങാൻ. വികാരത്തേക്കാൾ വിവേകത്തോടെ വേണം കരുക്കൾ നീക്കാൻ. അതെ, ഇനി കാശിനാഥനും നമ്മുടെ ശത്രു തന്നെയാ. രാധ മകനെപ്പോലെ അവനെ വളർത്തുന്നതിന്റെ അർത്ഥം നാളെ നമ്മുടെയൊക്കെ തല കൊയ്യേണ്ട ഉടവാള് പിടിക്കാൻ പോകുന്ന കൈകൾ ആ ചെക്കൻ്റേത് തന്നെയാണെന്നാ. പക്ഷേ മേഘൻ സാറിന് സ്വന്തം മകനാണെന്ന് അറിഞ്ഞാൽ അടുപ്പമല്ലേ വരും? ഉറപ്പാ. രാധയുടെ കൂടെ അവൻ കൂടി ഉണ്ടെന്നറിഞ്ഞാൽ മേഘന്റെ വാശി ഇരട്ടിക്കും. വർദ്ധിത വീര്യത്തോടെ അവൻ അവളിലേക്ക് അടുക്കും. അത് പാടില്ല. എന്ത് വില കൊടുത്തും നമുക്കത് തടയണം. തടഞ്ഞേ പറ്റൂ. പക്ഷെ അതെങ്ങനെ? രാധയെ മാത്രമല്ല, അവനെയും കൊല്ലണം നമുക്ക്. മേഘന്റെ രക്തത്തിൽ പിറന്ന ആ അണലി സന്തതിയെ തന്നെ. ഇതാരോടാ സംസാരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.